ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പെട്രീഷ്യ മാവിനെയാണ്. ഈ മാവ് തോപ്പുംപടി മുണ്ടൻവേലിയിൽ താമസിക്കുന്ന ജോസഫ് ഏട്ടൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു നാട്ടുമാവിൽ കല്ലുകെട്ടിയുടെ സീഡ്ലിങ് കൊണ്ട് മുളച്ചുണ്ടായ കല്ലുകെട്ടി ആ നാട്ടുമാവിൽ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. അതൊരു 9 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു വളരെ രുചികരമായ മാങ്ങയായിട്ട് അത് മാറി. അതാണ് പെട്രീഷ്യ. ഈ മാവ് ഞാൻ 2 വർഷം മുമ്പാണ് നട്ടത്. അന്ന് ഈ മാവിന് ഏകദേശം 2 അടി ഹൈറ്റാണ് ഉണ്ടായിരുന്നത്. ഞാനതൊരു 50 ലിറ്റർ ഡ്രമ്മിലാണ് നട്ടത്. 2 വർഷം കൊണ്ട് തന്നെ അത് വളരെ നന്നായിട്ട് വളർന്ന് കായ്ച്ചു. ഇപ്പോൾ ഏകദേശം 7 അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇത് ഈ സീസണിൽ 2 തവണ പൂത്ത് കായ്ച്ചിട്ടുണ്ട്. മാങ്ങയ്ക്ക് ഏകദേശം 400 ഗ്രാമോളം തൂക്കം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അസാധ്യ മധുരമാണ്, വളരെ നല്ല ഫ്ലേവറാണ്, അതുപോലെ ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയുമാണിതിന്. അതുകൊണ്ട് നിങ്ങളുടെ കളക്ഷനിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്ന മികച്ച ഇനം മാവിനമാണ് പെട്രീഷ്യ. പെട്രീഷ്യയുടെ ബ്രിക്സ് വാല്യൂ വളരെ കൂടുതലാണ്. അത് 26 മുകളിലാണ്. അതായത് അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ബ്രിക്സ് വാല്യൂ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ മാവ് വളർത്തുമ്പോൾ നിങ്ങൾ കായ്ച്ചക്കെണി തൂക്കിയിടുക, അതുപോലെ കവറിട്ട് മാങ്ങയെ സംരക്ഷിക്കുക, ട്രാപ്പുകളുണ്ടെങ്കിൽ അത് തൂക്കിയിടുക തുടങ്ങിയ മുൻകരുതൽ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് പെട്രീഷ്യ മാംഗോ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതാണ് മാങ്ങാ സീഡിന്റെ സൈസ്. ഇതാണ്. അപ്പോൾ ആവശ്യത്തിന് ഫ്ലഷ് ഒക്കെ ഉണ്ട്. ഇത് കഴിച്ചു നോക്കാം. അസാധ്യ രുചിയാണ്, ഫൈബർ ഒട്ടും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കളക്ഷനിൽ നിങ്ങൾക്ക് ഒരു പെട്രീഷ്യ മാങ്ങയെ ഉൾപ്പെടുത്താവുന്നതാണ്. കല്ലുകെട്ടിയുമായി നോക്കുമ്പോൾ വളരെയധികം മധുരമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഇനമാണ് പെട്രീഷ്യ. അതുകൊണ്ട് നിങ്ങളുടെ കളക്ഷൻസിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇത് വളരെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇനി അടുത്ത വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.